നന്നായിട്ട് നമ്മുടെ കറിവേപ്പിനാണെങ്കിലും അതുപോലെ പൂച്ചെടികൾക്കൊക്കെ ഇലകൾക്ക് നല്ല കളർ കിട്ടാനും, പ്രത്യേകിച്ച് നമ്മുടെ കറിവേപ്പൊക്കെ പറഞ്ഞാൽ നല്ല ചൂടുണ്ടാകുമ്പോൾ നല്ലതുപോലെ മുരടിപ്പ് വരൂലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഇലകൾ നിറയും ചെയ്യും. കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പുതിയ തളിർപ്പ് ഇലകൾ വരും. അപ്പോൾ നമുക്ക് കുറച്ച് കഞ്ഞിവെള്ളം എടുക്കാം, എന്നിട്ട് മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഉള്ളവർ മഞ്ഞൾപ്പൊടി എടുക്കുക, അല്ലെങ്കിൽ ചാരം എടുത്താലും മതി. അപ്പോൾ ചാരമാണെങ്കിലും നമ്മുടെ കറിവേപ്പിന് ഒരുപാട് നല്ലതാണ്. എന്നിട്ടിത് നമുക്കിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പുളിച്ച് വന്നിട്ട് 1-2 ദിവസം വെക്കുമ്പോൾ നന്നായിട്ട് പുളിച്ച് വന്നിട്ട് നമുക്കതിലേക്ക് കൂടുതൽ വെള്ളം ചേർത്ത് ഒന്ന് നേർപ്പിച്ചെടുക്കുക കേട്ടോ. നേർപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ചെടീൻ്റെ ചുവട്ടിലും തക്കാളി ആണെങ്കിലും പച്ചമുളകിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ വെള്ളീച്ച ശല്യം കുറയാൻ സഹായിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇലകൾക്കൊക്കെ മുരടിപ്പൊക്കെ ആണെങ്കിൽ മഞ്ഞൾ തൂവി കൊടുക്കുന്നത് നല്ലതാണ്. ഇലയിലൊക്കെ ചുവട്ടിലൊക്കെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പിൻ്റെ ശല്യമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടേ. ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ചാനലിൽ ഡെയിലി ഇടുന്നുണ്ട്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.